അങ്ങനെ നമ്മൾ അടുപ്പ് റെഡി ആയിട്ടാ മച്ചാമാരെ. അപ്പം ഇന്ന് ചെറിയൊരു ലോക്കലാട്ടോ, ഒരു അടുപ്പുണ്ടാക്കാനാണ് ഹോട്ടലിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ നമ്മൾ അടുപ്പുണ്ടാക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ വീട്ടിലെ അടുപ്പിൻ്റെ വീഡിയോ അളവും കാര്യങ്ങളൊക്കെ അതാ നമ്മളിതാ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഫുള്ള് എഴുതിയിട്ടാണ് പോകണം കേട്ടോ. അപ്പോൾ ഏതൊരു പണിയായാലും നമുക്ക് ഒരു പേടിയും കൂടാതെ നമ്മൾ എടുത്ത് നോക്കണം. പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്മാറരുത്. അപ്പം നമ്മളൊന്ന് നോക്കുക, ശ്രമിച്ചാൽ നടക്കാത്തൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ അളവേറ്റ് അടുപ്പുണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. പോയി നോക്കട്ടെ. ഇവിടെ കേട്ടോ നമുക്ക് അടുപ്പുണ്ടാക്കാനുള്ളത്. അടുപ്പ് മാത്രം പോരാ, ഇവിടെ ഒരു കൊട്ടത്തളം ഉണ്ടാക്കണം കേട്ടോ. കാരണം ഇവിടെ പഴയ സിങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ്പ്. അപ്പോൾ ഇവിടെ കൊട്ടത്തളം ഉണ്ടാക്കിയാൽ ആ വെള്ളം ആ ഗ്യാപ്പ് കൂടെ വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുപ്പിൻ്റെ ഇഷ്ടികയും സിമെൻറ്റൊക്കെ വന്നിട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ പണിതാ ഇവിടുത്തെ കാണിച്ചെടുത്താ ഈ പോലത്തിലേക്കുണ്ടോ. നമുക്കിത് കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അടുപ്പേ ഈ ഒരു പരുവത്തിലേക്കുണ്ടോ. ഇനി നമുക്കിത് ഇവിടെ നിന്ന് തേക്കാണ്ട്. പിന്നെ നമ്മളെ ഇന്നത്തെ ഹെൽപ്പർ ഇതാട്ടോ, ഈ മുത്തുമണിയാണ്. ഇവൻ്റെതാട്ടോ ഹോട്ടലിൻ്റെ മുതലാളിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് തേക്കാനുണ്ട്. അങ്ങനെ നമ്മൾ അടുപ്പ് റെഡി ആയിട്ടാ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പണി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.